തിരുവനന്തപുരത്ത് RSS BJPക്കാരുടെ വികസനം തുടങ്ങി മക്കളെ. ഇനി പൊളിക്കും. നിങ്ങൾ എന്തായാലും കണ്ടുനോക്ക്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗർഭിണിയായ ദളിത് യുവതിയുടെ വീട് കയറി RSS ആക്രമണം. അഞ്ജലി, സഹോദരന്മാരായ അജിത്, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. 20ഓളം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ. വിവരങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? ഈ 20 പേർ ആരൊക്കെയാണ്? ആര്യ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മലമുകളിന് സമീപമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ യുവതി അഞ്ജലി എന്ന് പറയുന്ന യുവതി താമസിച്ചു വരുന്ന വീട് കയറിയാണ് 20ഓളം വരുന്ന RSS ഗുണ്ടകൾ ഈ ആക്രമണം നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ അഞ്ജലി താമസിക്കുന്ന വീടിന് സമീപം ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട RSS പ്രവർത്തിക്കുന്ന ലാൽ പ്രവീൺ, അനന്തു അടക്കമുള്ള പ്രവർത്തകർ തൊട്ടടുത്താണ് താമസിച്ചു വന്നിരുന്നത്. ഈ അയൽവക്കത്ത് താമസിക്കുമ്പോൾ തന്നെ ഈ അഞ്ജലിയോട് മോശമായി പെരുമാറുന്നുണ്ടെന്നുള്ള ഒരു പരാതി നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ വീട് കയറി ഈ യുവതിയെ ആക്രമിച്ചത്. ഈ അഞ്ജലി ഗർഭിണിയായിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്നത്. എന്തായാലും അഞ്ജലിയുടെ വയറ്റിൽ ഈ അനന്തവും അതുപോലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ അടക്കം 20ഓളം വരുന്ന സംഘം ചവിട്ടി എന്നുള്ളതാണ് നിലവിൽ ഈ പോലീസ് നൽകിയിരിക്കുന്ന പരാതി. നിലവിൽ വട്ടിയൂർക്കാവ് പോലീസ് ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഈ അഞ്ജലിക്ക് പുറമെ അഞ്ജലിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരായ അഭിജിത്ത് അതുപോലെ തന്നെ അജിത്ത് അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. ഒരു വീട് കയറി വന്നപ്പോൾ തന്നെ ഈ ശാഖയിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ദണ്ഡ ഉപയോഗിച്ച് ഈ സഹോദരന്മാരെ മുഖത്തടിക്കുകയും ഈ വായിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പരാതി. ഇവർക്ക് ഈ പരിക്കേറ്റതിനെ തുടർന്ന് നിലവിൽ ഈ അഞ്ജലിയും സഹോദരന്മാരും ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ ഈ മലമുകൾ മുളകുകാടാണ് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് താമസിക്കുന്നത്. ഇവിടെയായിരുന്നു ഇങ്ങനെ ആ ഒരു ദുരനുഭവം ഇവർക്കുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊരു മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടെന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചില്ല. ഇത് തൊട്ടടുത്തുള്ള അയൽവക്കത്ത് താമസിച്ചു വരികയും ഈ യുവതിക്ക് നേരെ ചില അശ്ലീല പദപ്രയോഗങ്ങൾ, അശ്ലീലമായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ കാണിച്ചു എന്നുള്ള ഒരു പരാതി നേരത്തെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് അഞ്ജലി പലപ്പോഴായിട്ട് ഇവർക്കെതിരെ രംഗത്തും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്.